വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാറില്ലേ എന്തോ ഒന്ന് കഴിക്കണമെന്ന്. അതും എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന് എന്തോ ഒന്ന്. പക്ഷേ അതെന്താണെന്നറിയില്ല. എനിക്കിടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഡിഷാണ് ഇന്നത്തേത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡിഷ് ഗുജറാത്തിൻ്റെ ട്രഡീഷണൽ സ്നാക്കായിട്ടുള്ള ഡോക്ലയാണ്. അപ്പോൾ വീഡിയോ കണ്ടാലോ? ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവ് ഒന്ന് അരിച്ചെടുക്കാം. കട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. തരിയുള്ള റവയാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണേ. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം വേണ്ടാത്തവരൊന്ന് സ്കിപ്പ് ചെയ്തോണേ. ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടീസ്പൂൺ പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതിൻ്റെ കൂടെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒരു തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. 1/2 കപ്പിൽ താഴെ വെള്ളം എടുത്താൽ മതി. പട്ടയപ്പത്തിന് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് മതിയാകും. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും റവ ഒന്ന് കുതിർന്ന് വരും. ഇനി സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്യാം. ഞാൻ ഒരു കേക്ക് ടിന്നാണ് എടുക്കുന്നത്. പ്ലേറ്റ് എടുത്താലും മതി. ഇതിൻ്റെ ഒപ്പം ഒരു ഗ്രീൻ ചട്നിയും കൂടെ ഉണ്ടാക്കാം. അതിനായിട്ട് മല്ലിയില കൂടുതലും പുതിനയില കുറച്ചും എടുക്കാം. എരിവിന് വേണ്ട പച്ചമുളക് ചേർക്കാം. 1 ചുള വെളുത്തുള്ളി, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ്, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ളു ജീരകം, 2 നുള്ളു പഞ്ചസാര. ഇത്രയും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു ചട്നിയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയായിരുന്നു, ഇപ്പോഴാണ് ചേർത്തത്. 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർക്കാം. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ബീറ്റ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ബീറ്റ് ചെയ്യണം. കളർ ലൈറ്റ് ആകുന്നിടം വരെ ബീറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാൻ സ്റ്റീമർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി ചേർക്കുന്നത് ഈനോയാണ്. ഈനോ ഇല്ലെങ്കിൽ സോഡ പൗഡർ ചേർത്താലും മതി. 1 ടീസ്പൂൺ ഈനയാണ് ചേർക്കുന്നത്. ഇത് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം റെഡി ആയതിന് ശേഷം ഇത് ചേർക്കാവുള്ളൂ. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. ഇതൊരു 25 മുതൽ 30 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വെന്തോന്ന് നോക്കാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് തണുക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. കുറച്ച് കടുക് ചേർക്കാം. ഇത് ചുമന്ന ചെറിയ കടുകാണ്. ഇതില്ലെങ്കിൽ സാധാരണ കടുക് ചേർത്താലും മതി. ഈ കടുക് സാധാരണ അച്ചാറിന് ചേർക്കുന്നതാണ്. ഇത് മാർക്കറ്റിലൊക്കെ കിട്ടാനുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ 2ആയി മുറിച്ച് വെച്ച പച്ചമുളക് ചേർക്കാം. എരിവില്ലാത്ത പച്ചമുളകാണിത്. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നാരങ്ങ നീര്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളു കായം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, ഇത്രയും ചേർക്കാം. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഡോക്ലയുടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൈഡ് ഒരു കത്തി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ചെറു ചൂടോടെ താളിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ ഇത് നന്നായിട്ട് കുതിരണം. ഈ മുഴുവൻ വെള്ളവും കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വേണം ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഡോക്ല റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണേ. അത്രയ്ക്കും ടേസ്റ്റാണ്. മധുരം വേണ്ടാത്തവർ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതിയേ. സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.